Can you hear me? Good morning, all. Thank you so much for joining. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമ്മളുടെ അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ്, ഒരു എംപ്ലോയി ആണ്, ഒരു ബിസിനസ്മാൻ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാവണം നിർബന്ധമില്ല. ക്ലാസ് കേൾക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തുകൊണ്ട് ഗ്രോ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ലൈഫിൽ അബണ്ടൻസ് വരുന്നില്ല, എന്താണ് ആക്ച്വലി സ്മാർട്ട് വർക്ക് എന്താണെന്നുള്ളത് നമ്മൾ അറിയാം. അപ്പൊ നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മൾ അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് ടൈപ്പ് ഓഫ് വർക്ക് ഉണ്ട് എന്നുള്ളത്: സ്മാർട്ട് വർക്ക്, അതേപോലെ തന്നെ ഹാർഡ് വർക്ക്. സോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്കിലേക്ക് നമുക്ക് ഇറങ്ങാം. അപ്പൊ ഇറങ്ങുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോടെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് വെച്ചാൽ, ഹൗ ആർ യു ടുഡേ? എങ്ങനെയുണ്ട്? ഉഷാറാണോ? ആർ യു ഓക്കെ? ആർ യു ഹാപ്പി? ഓക്കെ. ജസീല റഫീഖ്, എനിക്കൊരു ട്രെയിനർ ആവാൻ ആഗ്രഹമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, 40 വയസ്സായി, എനിക്ക് പറ്റുമോ? ജസീല റഫീഖ്, തീർച്ചയായിട്ടും പറ്റും. നോ ഇഷ്യൂ. വരും, നമ്മുടെ പ്രോഗ്രാം വരുന്നുണ്ട്, ട്രെയിനിങ് പ്രോഗ്രാം വരുന്നുണ്ട്. അത് പതിയെ പതിയെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ബി പേഷ്യൻറ്റ്. നമ്മുടെ കൂടെ സെഷനിൽ ഇരിക്കുക, പഠിക്കുക. കുറെ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്, എങ്ങനെയാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളായിട്ട് വരുന്നത്, ആൻഡ് ദെൻ ഒബ്സർവ്, ലേൺ ഫ്രം ഈച്ച് ടോപ്പിക് ആൻഡ് ദെൻ ഗ്രോ വിത്ത് മീ. എനിവേ, സോ ഇതുപോലെ ഒരുപാട് പേരുണ്ടാവും ട്രെയിനേഴ്സ് ആവാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാർ, ആ കരിയർ തിരഞ്ഞെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എനിവേ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നമ്മളുടെ 4 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമ്മളുടെ സ്മാർട്ട് വർക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ഈ 4 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് തിരിച്ചറിയണം. അപ്പൊ അതിനാദ്യം നമ്മൾ പറഞ്ഞതുപോലെ എന്താ വെച്ചാൽ, എന്താണ് സ്മാർട്ട് വർക്ക്, എന്താണ് ഹാർഡ് വർക്ക്, ഇതിനെ കുറിച്ച് അറിയാം. സ്മാർട്ട് ആയിട്ടുള്ള ഒരു വർക്ക് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ മാത്രമാണ് നമ്മളുടെ ലൈഫിൽ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഏതൊരു സാധാരണ വ്യക്തിയാണെങ്കിലും, ഒരു വീട്ടമ്മയാണെങ്കിലും, നിങ്ങളുടെ ജോലി സമയം കറക്റ്റായിട്ട് ചെയ്തു തീർക്കാൻ, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങളൊരു വീട്ടമ്മയല്ല, നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു പ്രൊഫഷണൽ ആണ്, എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന സംഗതി അപ്ലൈ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. സോ ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു? നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്? നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രോഡക്ടിവിറ്റി ഇൻക്രീസ് ആവും. നിങ്ങൾക്ക് കൂടുതൽ ഫ്രീ ടൈം ലഭിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അധികം ആൾക്കാർക്ക് എന്താ വെച്ചാൽ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം ഒരുപാട് വർക്കുകൾ ഉണ്ട് എന്നുള്ളതാണ്. സമയം കിട്ടുന്നില്ല ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ. നിങ്ങൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. കുറച്ചുകൂടെ സ്ട്രെസ് നിങ്ങൾക്ക് കുറയും ജോലിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോ നമ്മൾ ഏതൊരു ഉത്തരവാദിത്തം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തെടുക്കണം. ക്ലിയർ ആണോ? അപ്പോൾ അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് ചിന്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ എന്താ വെച്ചാൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. റെഡി ആൻഡ് എക്സൈറ്റഡ് ഓർ SE, സൂപ്പർ എക്സൈറ്റഡ്, വട്ട് എവർ ഇറ്റ് ഈസ്, ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, കാരണം നിങ്ങൾ എത്ര കണ്ട് ആക്റ്റീവ് ആയിട്ട് ഇതിലുണ്ട്. ഓക്കെ, SE, RE, ഓക്കെ, വെരി ഗുഡ്. അപ്പോ പറഞ്ഞു വരുന്ന പോയിന്റ് എന്താണ്, ടോപ്പിക് എന്താണ്? സ്മാർട്ട് വർക്ക് ആൻഡ് ഹാർഡ് വർക്ക്. ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാറുണ്ട്. നമ്മളിൽ അധികം ആൾക്കാരും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ജോലി ചെയ്യുന്നത് ഒരുപാട് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ രക്ഷപ്പെടും. ഹാർഡ് വർക്ക് കൊണ്ട് രക്ഷപ്പെടില്ല. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ടേക്കിംഗ് ആക്ഷൻ വിത്തൗട്ട് പ്ലാനിങ് ആണ്. ഒരു പ്ലാനിങ് ഇല്ലാതെ ആക്ഷൻ എടുക്കുന്നതാണ്. ഒരു പ്രോപ്പറായിട്ട്
എന്ത് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള പ്ലാനിങ് ഇല്ലാതെ ആക്ഷൻ എടുക്കുന്ന ഒരു സ്വഭാവം നമ്മളിൽ അധികം ആൾക്കാർക്ക്. ആക്ഷൻ അങ്ങ് എടുക്കും, റിസൾട്ട് എന്താകും എന്നുള്ളതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ചിന്തിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഓരോ ദിവസത്തേതായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട റിസൾട്ട് ഇല്ല, ആ റിസൾട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്ഷൻസ് ആണ്. നിങ്ങൾ എടുക്കുന്നത് ആക്ഷൻസ്, നിങ്ങൾ എടുക്കുന്ന ജോലി നിങ്ങളുടെ റിസൾട്ട് മാക്സിമൈസ് ചെയ്യുന്ന ആക്ഷൻസ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത് പ്ലാനിങ് ബിഫോർ ആക്ഷൻ. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് പ്ലാനിങ് ആഫ്റ്റർ ആക്ഷൻ. അതായത് ആക്ഷൻ എടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കുക, അത് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇതിങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അത് അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, ഇതിങ്ങനെ ചെയ്താൽ നന്നായിരുന്നു. സാധാരണക്കാരുടെ പലപ്പോഴുള്ള പ്രോബ്ലം അവർക്ക് പ്ലാനിങ്ങേ ഇല്ല എന്നുള്ളതാണ്. ലൈഫിനെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ബെറ്റർ ആയി വരണം എന്നുണ്ടെങ്കിൽ പ്ലാനിങ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി. ലൈഫിൽ നമുക്കെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്ത് അപ്പോൾ അത് പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും യൂണിവേഴ്സിന് ഒരു പ്ലാനിങ് ഉണ്ടാവില്ലേ? ഉണ്ടായിക്കോട്ടെ. ഈ നമ്മൾ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിന്റെ പ്ലാനിങ്ങിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാണ്. നമ്മൾ പ്ലാൻ ചെയ്യും തോറും നമ്മളൊരു പകുതി ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മുടെ പ്ലാനിങ്. നമ്മൾ പകുതിയെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി പകുതി യൂണിവേഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ ആ പകുതി എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യാം. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് കോ ക്രിയേഷൻ അവിടെ നടക്കും ഈ വേൾഡിൽ. നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാണ് യൂണിവേഴ്സിന്. എന്ത്, ഇതാണ് എനിക്ക് വേണ്ടത്. യൂണിവേഴ്സിലേക്ക് ഒരു ഓർഡർ കൊടുക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം, തിയറി പ്രകാരം പറഞ്ഞു വെച്ചാൽ നമ്മൾ വെൻ വി ആർ പ്ലാനിങ് വി ആർ ഗിവിംഗ് ഓർഡർ. ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് എന്താ വെച്ചാൽ ഒരു ബിരിയാണി വേണം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇന്ന ഡിഷ് വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഷ് ഓർഡർ ചെയ്യുമ്പോൾ അത് അതുപോലെയാണ്. വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ പ്ലാനിങ്, റൈറ്റ്? അപ്പൊ റെസ്റ്റോറന്റിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അപ്പൊ പ്ലാനിങ് ബിഫോർ ആക്ഷൻ ഈസ് വി ആർ ആക്ച്വലി ഡൂയിങ് ഈസ് വി ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ യൂണിവേഴ്സ് ടു co-create വാട്ട് ഈസ് ദ ഫ്യൂച്ചർ വി വാണ്ട്. നമുക്ക് വേണ്ട ഫ്യൂച്ചർ എന്താണോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിന് ഒരു ക്ലാരിറ്റി കൊടുക്കുക, ഒരു ലക്ഷ്യം കൊടുക്കുക, ഒരു ഉദ്ദേശ ശുദ്ധി കൊടുത്തിട്ട് എന്താ വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചെയ്യും. സോ പ്ലാനിങ് ഇസ് നീഡഡ്. വെൻ യു ആർ പ്ലാൻ യു ആർ ഗെറ്റിംഗ് മോർ ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റിയിലേക്ക് നിങ്ങൾ വരികയാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്ലാൻസ്, നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ചുള്ള പ്ലാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലാനിങ് സ്കില്ല് നമുക്ക് ആവശ്യമാണ്. സാധാരണക്കാരന് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് പ്ലാനിങ് സ്കില്ലില്ല. പ്ലാനിങ് ചെയ്യുന്നില്ല. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ഓവർ പ്ലാനിങ്ങും പ്രോബ്ലമാണ്. അതും ഒരു പ്രശ്നമാണ് കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാനിങ് ചേഞ്ച് ചെയ്ത് പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, അല്ലേ? ഒരു ഒരു പയ്യന്റെ വൈറലായിട്ടുള്ള വീഡിയോ ഉണ്ടായിരുന്നു. ഡെയിലി പ്ലാനിങ് നടക്കുന്നത്. എങ്ങനെ വിജയിക്കണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഡെയിലി പ്ലാനിങ് നടക്കുന്നത്. പക്ഷെ വിജയിക്കണില്ല, പക്ഷെ ഡെയിലി പ്ലാനിങ് നടക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഒരു പ്ലാനിങ് മാത്രമായി പോകുന്ന ഒരു അവസ്ഥയല്ല വേണ്ടത്. ദർ ഇസ് എ പ്രൊപ്പോർഷൻ. പ്ലാനിങ് നടക്കണം, പ്ലാനിങ് മാത്രമാകും. കണ്ടിന്യൂസ് ആയിട്ട് പ്ലാനിങ് കൊണ്ടുവന്ന്, ഇന്നോവേഷൻ കൊണ്ടുവന്ന് പ്ലാനിങ് ചെയ്ത് ഒന്നും നടക്കാത്ത അവസ്ഥയുണ്ട്. അതല്ല, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്രേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ രീതിയിൽ ആ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, അവിടെ എന്താ വെച്ചാൽ സ്മാർട്ട് വർക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം. സ്മാർട്ട് വർക്കാണ് എന്താ വെച്ചാൽ പ്ലാനിങ് എന്ന് പറയുന്നത്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം. ഒരുപാട് ചെയ്യൽ ചിലപ്പോൾ ഹാർഡ് വർക്ക് ആയിരിക്കും, പക്ഷെ കുറച്ച് ചെയ്താൽ മതിയോ, അത് സ്മാർട്ട് വർക്കാണ്. കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് കൂടുതൽ റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനർത്ഥം മടി പിടിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർ ഇത് കേട്ടിട്ട് എന്താ വെച്ചാൽ ഓക്കെ കുറച്ച് കാര്യം ചെയ്തിട്ട് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെയില്ല. ഈ എല്ലായ്പ്പോഴും വർക്ക് ചെയ്യാൻ, പക്ഷെ ആ വല്ലായ്പ്പോഴും വർക്ക് ചെയ്യുന്നതിനുള്ള റിസൾട്ട്, മാക്സിമം റിസൾട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സ്മാർട്ട്. മാക്സിമം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്കുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്താണ്, എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യേണ്ടത്, എങ്ങനെ കോസ്റ്റ് കുറച്ച് ചെയ്യാം,
എങ്ങനെ ചെലവ് ചുരുക്കിയിട്ട് ചെയ്യാം, എങ്ങനെ കൂടുതൽ പ്രോഫിറ്റബിൾ ആക്കിയിട്ട് ചെയ്യാം, നമ്മൾ എവിടേക്കാണ്, എന്തിലേക്കാണ്, നമുക്ക് എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഫൈനൽ ഔട്ട്കം ഉദ്ദേശിച്ചിട്ട് ആ ഉദ്ദേശം മനസ്സിൽ കൊടുത്തിട്ട് ആ ഉദ്ദേശത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്കുള്ള ഒരു പ്ലാനിങ് നടക്കണം. അതാണ് സ്മാർട്ട് വർക്ക്. സ്മാർട്ട് ആവണം, ബി സ്മാർട്ട്. നിങ്ങളുടെ ഔട്ട്കം എന്താണ്, അതിനു വേണ്ടിയിട്ട് ഏത് രീതിയിലെല്ലാം പ്ലാൻ ചെയ്യാൻ പറ്റും, ഏത് രീതിയിലെല്ലാം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം, ഏത് രീതിയിലെല്ലാം ടൈമിനെ കൺട്രോൾ ചെയ്യണം, ഏത് രീതിയിലെല്ലാം ടൈമിനെ വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പൊ 4 ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഞാൻ എക്സ്പൊണൻഷ്യൽ ബിസിനസ് ഗ്രോത്ത് എന്ന് പറയുന്ന നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്ന ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ്. ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നമുക്കൊരു 2 വീക്സ് കഴിഞ്ഞിട്ട് വെച്ചാലോ എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുണ്ട്. കാലിക്കറ്റ് വെച്ചിട്ട് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ മീ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഒരു ബിസിനസ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തു. വി ആർ പ്ലാനിങ് എ ബിസിനസ് പ്രോഗ്രാം. ഓക്കെ, വെരി ഗുഡ്. കാരണം എന്താ വെച്ചാൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് നമ്മൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്തെങ്കിലും ജസ്റ്റ് കമന്റ് ചെയ്യാം. Okay, there will be a program, business program which is coming. Okay, okay. Abo, very good, very good. Thank you so much. So exponential business growth. ഈ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അതിൽ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. നമ്മൾ നല്ല രീതിയിൽ 4 ടൈപ്പ് പ്ലാനിങ് വേണമെന്ന് പറഞ്ഞല്ലോ. പ്ലാനിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നൊരു കാര്യമാണ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ്. 4 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ 4 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസിൽ ഏത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ജസ്റ്റ് ഒന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. ഐ വിൽ ഷോ യു 4 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബാഡ് ആക്ടിവിറ്റി. നമുക്ക് ചില ജോലികൾ ചെയ്യാൻ കഴിയില്ല, അത് നമ്മൾ തിരിച്ചറിയണം. കുറച്ച് പ്രയാസമാണ്. ആ ജോലി നമ്മൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ശ്രമിക്കരുത്. അല്ലെങ്കിൽ എല്ലാ ജോലികളും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. നമ്മളുടെ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത ജോലിയും കൂടെ നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു മെന്റാലിറ്റി നമുക്ക്, അത് നമ്മളെ ഡൗൺ ആക്കി കളയുന്നു. നമ്മളെല്ലാ ജോലികളും ചിലപ്പോൾ നമ്മൾ പഠിക്കേണ്ടി വരും, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ജോലികള് 4 ടൈപ്പ് ജോബ്സ് ഉണ്ട്. അതിൽ നമ്മൾക്ക് ഏറ്റവും തീരെ ജോലി ചെയ്യാൻ കഴിയാത്ത സ്കില്ലില്ലാത്ത മേഖലകൾ ഉണ്ടാവും, ബാഡ് ആയിട്ടുള്ളത്. ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത ജോലികളാണ്. ആ ജോലികൾ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ല ഈ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കെന്താ വെച്ചാൽ വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത സ്ട്രെസ്സാണ്. എല്ലാ ജോലികളും യെസ് പറഞ്ഞ് ഏറ്റെടുക്കുന്ന സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവരുത്. എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാലേ, എല്ലാം ഞാൻ ചെയ്താലേ ശരിയാവൂ. ഈ ബാഡ് എന്ന് പറയുന്ന ജോലിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്ന ജോലിയാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ്, അത് നിങ്ങൾ വെറുക്കുന്ന ജോലിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് അത് വരുമ്പോഴേക്കും ഒരു ആങ്സൈറ്റി, അതെ ഞാൻ ചെയ്യണല്ലോ എന്നുള്ള ഒരു ആങ്സൈറ്റി, അതിങ്ങനെ നിങ്ങൾ ഒഴിവാക്കി സ്കിപ്പ് ചെയ്ത് പോകുന്ന ജോലിയാണ്. പലപ്പോഴും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ തീരെ ചെയ്യാത്ത ജോലിയാണ് അത്. ആ ജോലി അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടും, എന്നാൽ നിങ്ങൾ വേറെ ആളെ വെക്കുന്നില്ല, എന്നാൽ നിങ്ങൾ ചെയ്യണല്ലോ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ജോലി. അങ്ങനെ ഒരു ജോലി ഉണ്ടോ, ടാസ്ക് ഉണ്ടോ നിങ്ങളുടെ ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതികൾ ചെയ്യണം. അത് ചെയ്യണം, പക്ഷെ ചെയ്തിട്ടില്ല. അത് നീട്ടി വെച്ച്, കാരണം അത്രയ്ക്കും ഇഷ്ടമില്ല, അത്രയ്ക്കും വെറുപ്പാണ്, അത്രയ്ക്കും പ്രയാസമാണ്. അല്ലെങ്കിൽ അത് ആ സംഗതി വരുമ്പോഴേക്കും ഒരു ആങ്സൈറ്റിയാണ്. അത് ചെയ്യണമല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ ഉണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്യാം. സോ നമ്മൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാവും. നമ്മുടെ വീട്ടു ജോലിയാണെന്നുണ്ടെങ്കിലും ചില ജോലികൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല.
ചില ജോലികൾ. അപ്പൊ എന്താ വേണ്ടത് വെച്ചാൽ അത് ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ടെത്തണം. സോ ബാഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഉണ്ട്, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് ഡൗൺ ആവുള്ളൂ. ഈ ജോലിയും കൂടെ നമ്മൾ ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകില്ല. അടുത്തെന്ന് പറയുന്നത് ഏബിൾ, നമുക്ക് കഴിവുണ്ട്. ബാഡിന്റെ പ്രത്യേകത നമുക്ക് കഴിവില്ല, നമുക്ക് ആ ജോലി ചെയ്യാൻ കഴിവില്ല, പ്രയാസമാണ്, നമുക്ക് അതിനുള്ള ഒരു സ്കില്ലില്ല, ആ സ്കില്ല് പഠിക്കാൻ താല്പര്യവും ഇല്ല. അത് എത്ര പഠിച്ചാലും ഇപ്പൊ താല്പര്യത്തോടു കൂടി പഠിക്കാൻ ശ്രമിച്ചാലും അത് അങ്ങോട്ട് ഇമ്പ്രൂവ് ആവുന്നില്ല, ബെറ്റർ ആവുന്നില്ല, അങ്ങനത്തെ സ്കില്ല്. അടുത്തത് എന്താണ്? ഏബിൾ, കഴിവുണ്ട്, നമുക്കത് പണി അറിയാം, പക്ഷെ ഇഷ്ടമില്ല. അത് ചെയ്യുമ്പോഴേക്കും ഇതേ പറഞ്ഞ പോലെ എന്താ വെച്ചാല് നമുക്ക് സ്ട്രെസ് വരികയാണ്, നമുക്ക് ബോറടിക്കുകയാണ്. കഴിവുണ്ട് പക്ഷെ ബോറടിക്കുകയാണ്, അത്രയ്ക്ക് അങ്ങോട്ട് എന്താ വെച്ചാല്. അടുത്തത് എന്താണ്? സുപ്പീരിയർ, അങ്ങനെ അതുപോലെ ഡിസ്റ്റിങ് ഫോട്ടെ. ഇതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ബാഡ് ആക്ടിവിറ്റീസിന്റെ പ്രത്യേകത എന്താ വെച്ചാല് നോ റിസൾട്ട്, അവിടെ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് റിസൾട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത, നമ്മൾ പുവർ ആയിട്ടുള്ള, നമ്മൾക്ക് പ്രയാസമുള്ള ജോലിയാണ്. അത് നമ്മൾ എന്താക്കുന്നു? അപ്സെറ്റ് ആക്കുന്നു, വിഷമിപ്പിക്കുന്നു, അങ്ങനത്തെ ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ജോലി അവിടെ ഉള്ളത് കൊണ്ട് മറ്റുള്ള ജോലികൾ ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ പോലും ചെയ്യാനുള്ള മൂഡ് ഉണ്ടാവില്ല, നമ്മൾ അപ്സെറ്റ് ആക്കി കളയും, ഡൗൺ ആക്കി കളയും. സ്ട്രെസ്സസ് ചെയ്യും, നമുക്കത് സ്ട്രെസ് തരുന്നു, നമുക്കത് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നു. ആൻഡ് ഫ്രസ്ട്രേറ്റ്സ് ചെയ്യും, അത് വല്ലാത്ത ഇറിറ്റേഷൻ തരുന്നു ആ ജോലി ചെയ്യുക എന്നുള്ളത്. ഇതാണ് ബാഡ് ആക്ടിവിറ്റീസ്. റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളെ അപ്സെറ്റ് ആക്കും, നമ്മളെ സ്ട്രെസ് ആക്കും, നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കും. ആ പണി ഇനി എടുക്കണല്ലോ, അതും കൂടെ എടുക്കണല്ലോ എന്നുള്ള ഒരു വല്ലാത്ത ഇഷ്ടമില്ലാത്ത സ്ഥലം. യു ഹേറ്റ് ദിസ് ജോബ്. ഇങ്ങനത്തെ ടാസ്കുകൾ ഉണ്ടാവും, ആ ജോലികൾ എന്ത് ചെയ്യണം? മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ ജോലികളുണ്ടോ വീട്ടില്? ഉണ്ടോ? ഏത് ജോലിയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലി എന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ജോലി എന്ന് കമന്റ് ചെയ്തേ. ഒന്ന് കമന്റ് ചെയ്തേ. ഐ വാണ്ട് യു ടു കമന്റ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ആ ജോലി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് ഏത് ജോലിയാണ് ഇഷ്ടമില്ലാത്ത? ചിലർക്ക് എന്താ വെച്ചാൽ ഫൈനാൻസ്, അക്കൗണ്ടിങ് ആയിരിക്കും, തീരെ ഇഷ്ടമില്ല. റിയാസ് എമ്മി പറയുന്നത് വർക്ക് ഫോർ സമ്മൺ എൽസ്, ഒരാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് ഒരു ജോലിയല്ല, അത് മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. വേറെ ആൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് എന്താണെന്ന് വെച്ചാല് ട്രോമ റെസ്പോൺസ് ആണ്. ആ ട്രോമ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് അത്രയും കൺട്രോളിങ് ഇഷ്ടമില്ല എന്നുള്ള പ്രോബ്ലത്തിൻ്റെതാണ്. ചൈൽഡ്ഹുഡ് ട്രോമയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. ഒരു ജോലി പറയും, വേറെ ആൾക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല എന്നുള്ളതല്ല പറയുന്നത്. കാരണം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരാൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തേ പറ്റൂ. ഐ എം വർക്കിംഗ് ഫോർ യു. അത് വേറെ കാര്യം. എഡിറ്റിംഗ് എനിക്ക് ഇഷ്ടമല്ല, ഷബാന ജാസ്മിൻ. എഡിറ്റിംഗ് എനിക്ക് ഇഷ്ടമല്ല, കാരണം ഇനി എനിക്ക് എഡിറ്റ് ചെയ്യണമല്ലോ, അല്ലേ? വീട്ടുജോലിയിൽ ഇഷ്ടമില്ലാത്തത് അലക്കിയ തുണി മടക്കി വെക്കലും അയൺ ചെയ്യലും. പറയും. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എന്ത് ചെയ്യും? ആ ഇഷ്ടമില്ലാത്ത ജോലിയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? ഒന്നുകിൽ ചെയ്യുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മക്കളുടെ ഹെൽപ്പോ അല്ലെങ്കിൽ വേറൊരാളുടെ ഹെൽപ്പോ ഒക്കെ തേടണം. നമ്മൾ തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ മറ്റുള്ള പല ജോലികളും, നല്ല കരിയറോ അല്ലെങ്കിൽ നല്ല സംഗതികളോ ബിൽഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ജോലികൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പ്രൊഡക്റ്റ്. പക്ഷെ തുടക്കത്തിൽ ചെയ്യേണ്ടി വരും, നമ്മളെല്ലാം ചെയ്യേണ്ടി വരും, നമ്മളെല്ലാം എന്തും ചെയ്യാൻ നമ്മൾ റെഡി ആവേണ്ടി വരും. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ നമുക്ക് ഗ്രോ ചെയ്യണോ, നമ്മുടെ ലൈഫിൽ ഒരു ബെറ്റർ ആവണോ, പ്ലാനിങ് സംഗതികളിലേക്ക് വരണോ, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് മാറണോ, നമുക്ക് വേറെ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ അലോങ് ദി വേ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ്. അപ്പൊ ചില ജോലികൾ നമ്മൾ എന്താ വെച്ചാൽ ചെയ്യാം. ആക്സെപ്റ്റിംഗ് ന്യൂ ടെക്നോളജി. കുമാരനയ്യപ്പൻ, പുതിയ ടെക്നോളജിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ജോലിയല്ല, അതൊരു മനോഭാവത്തിന്റെ പ്രശ്നം. പുതിയ ടെക്നോളജിയെ അഡാപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിക്കാൻ മടിയാണ്, സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടി. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെക്നോളജിക്കലി ഓക്കെ, അതെനിക്ക് കഴിയില്ല, അതെനിക്ക് പ്രയാസമാണ്, അതെനിക്ക് ഫ്രസ്ട്രേഷൻ ആണ്, അതെനിക്ക് ദേഷ്യമാണ്, ശരിയായിരിക്കാം. പുതിയ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ബാഡ് ആയിട്ടുള്ള ജോലി നമുക്ക് ചെയ്യാൻ നമ്മൾ പഠിക്കണം.
നമ്മൾ അറിയാൻ ശ്രമിക്കണം. ആ പണി നമ്മൾ എടുക്കാൻ കഴിയണം, അത് വേറെ ഇല്ല. പക്ഷെ നമുക്ക് വേറൊരാളെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കാം. ഒരാളിവിടെ പറഞ്ഞിട്ട് വെച്ചാൽ കുക്കിംഗ് എനിക്ക് ഇഷ്ടമല്ല, കുക്കിംഗ് എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇതേപോലെ എന്താ വെച്ചാല് ഇഷ്ടമില്ലാത്ത ചില ജോലികൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എന്താ വെച്ചാൽ ചെയ്യാൻ അത് നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാല് എത്രയും പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം, റീപ്ലേസ്മെന്റ് കാണണം. നിങ്ങൾ ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ, അതല്ലെങ്കിൽ ഡിസൈനിങ് ആയിരിക്കാം. നിങ്ങൾ ഏറ്റവും മോശമായിട്ടുള്ള നിങ്ങൾ ചെയ്യാതെ നീട്ടിവെക്കുന്ന കാര്യങ്ങളുണ്ടാവും, പുവർ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ല. സെയിൽസ് ചെയ്യുന്ന ഇഷ്ടമുണ്ടല്ലോ ചിലർ. അപ്പൊ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടെന്ന് വെച്ചാൽ കണ്ടെത്തിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായി പോകും? സ്മാർട്ട് വർക്ക് ചെയ്യാത്ത ഒരാളായിട്ട് മാറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഗോൾ സെറ്റ് ചെയ്യുക. നോ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, മോശമാണ്, അത് പരാജയപ്പെട്ടു പോകുന്നു, പാളിപ്പോകുന്നു, അതിന്റെ പേരിൽ അത് നീണ്ടുപോകുന്നു, അങ്ങനെയുള്ള സംഗതിയാണ് എന്താ വെച്ചാൽ ബാഡ് ആക്ടിവിറ്റീസ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ ചോദിക്കേണ്ടത്, വാട്ട് ആർ ദ ബാഡ് ആക്ടിവിറ്റീസ് ദാറ്റ് യു ആർ ഡൂയിങ് ഇൻ യുവർ ലൈഫ്? എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ചോദിക്കുന്നത് വാട്ട് ആർ ദ ബാഡ് ആക്ടിവിറ്റീസ് ദാറ്റ് യു ആർ ഡൂയിങ്. നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ബാഡ് ആക്ടിവിറ്റീസ് എന്താണ്? അത് ആ ഒരു കാര്യം അവിടെ നടക്കാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, നിങ്ങളാണ് അതിപ്പോ ചെയ്യാൻ ഏറ്റെടുത്തിട്ടുള്ള ആള്, നിങ്ങൾ. പക്ഷെ ആ ചെയ്യുന്ന ബാഡ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടം സംഭവിക്കുന്നു അതും എഴുതി വയ്ക്കുക. നിങ്ങൾ എത്ര തവണ നീട്ടി വെച്ചിട്ടുണ്ട്? ആ ഒരു കാര്യം നടക്കാത്തതുകൊണ്ട് ബിസിനസ്സിൽ ഇപ്പോഴും നിങ്ങൾ തന്നെ അത് ഏറ്റെടുത്തിരിക്കുക, നിങ്ങളുടെ പരിധിയിലാവുള്ളൂ, നിങ്ങളത് വിട്ടുകൊടുക്കൂല, വേറെ ആളെ വെക്കൂല, അതിന്റെ പേരിൽ ഗ്രോ ചെയ്യുന്നില്ല. ഐ റൈറ്റ്? ആ പണി നടക്കുന്നില്ല. വേറെ ആളെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴോ ആ പണി നടക്കും, എപ്പോഴോ ആ കാര്യങ്ങൾ നടക്കും. യെസ് ഓർ നോ? ഹലോ, യെസ് ഓർ നോ? ആ പരിപാടി നടക്കും, കാര്യങ്ങൾ മുന്നോട്ട് പോകും, ഫാസ്റ്റായി മാറും. പക്ഷെ നിങ്ങൾ വെക്കുന്നില്ല. കാരണം നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എന്താ വെച്ചാൽ മാനേജ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്താണ്? വൈ യു മസ്റ്റ് ഡെലിഗേറ്റ് ദം. അത് എന്തുകൊണ്ട് നിങ്ങൾ അത് വേറൊരാളെ വെക്കണം, ഡെലിഗേറ്റ് ചെയ്യണം, ചോദിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ആണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ വർക്ക് ബെറ്റർ ആക്കാൻ. നിങ്ങൾ എന്തുകൊണ്ട് ഇത് വേറൊരാളെ ഏൽപ്പിക്കണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് പറയുമ്പോൾ വീട്ടുജോലിയൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓക്കെ, ഇതൊക്കെ വേറൊരാളെ ഏൽപ്പിച്ചാൽ ആര് വന്ന് ചെയ്യും, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും എന്നുള്ള. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ബിസിനസ്സോ വേറെ തൊഴിലോ ഒക്കെ ഉള്ളവർ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. പ്രത്യേകിച്ച് വേറെ പരിപാടികളോ സംഗതികളോ ഒന്നും ഇല്ലാത്തവർക്ക് ഇത് അത്ര അപ്ലിക്കബിൾ ആയിരിക്കില്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾ ആ ജോലി ചെയ്യണം? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേറെ ആളെ ഏൽപ്പിക്കാം. മനസ്സിലാവുന്നുണ്ടോ? വൈ യു മസ്റ്റ് ഡെലിഗേറ്റ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് അത് ഡെലിഗേറ്റ് ചെയ്യണം? ഡെലിഗേറ്റ് ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താ? ഓക്കെ, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ആ ജോലി വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും ഒന്ന് കമന്റ് ചെയ്തേ. ജസ്റ്റ് കമന്റ് ആവും, എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും. ഞാൻ ചെയ്താലേ ശരിയാവൂ എന്ന ചിന്തയിൽ എല്ലാം ഏറ്റെടുത്ത് ടെൻഷൻ ആവും. പ്രിന്റിംഗ് പോയിന്റ് കാലിക്കറ്റ് പറയുന്നു, ബിസിനസ് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. ഞാൻ ചെയ്താലേ ശരിയാവൂ എന്ന ചിന്തയിൽ നിന്നാണ്. ആ ചിന്ത ഒഴിവാക്കണം. അത് ടെക്നിക്കൽ മൈൻഡ് സെറ്റ് ആണ്, അതൊരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ്, അതൊരു എന്റർപ്രനോറിയൽ മൈൻഡ് സെറ്റ് അല്ല, ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് അല്ല. ഞാൻ എല്ലാം ചെയ്താലേ കാര്യങ്ങൾ ശരിയാവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ദയവ് ചെയ്ത് നിങ്ങൾ എന്താ വെച്ചാൽ സ്ക്രീൻ ഷെയർ ചെയ്യരുത്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഓക്കെ, ഓക്കെ. സോ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, ഓക്കെ, മിനി പറയുന്നു സ്പീഡ് കൂടുന്നു, സ്പീഡ് വർദ്ധിക്കുന്നു. അതായത് നമ്മൾ ഇത് വേറൊരാളെ ഹെൽപ്പ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ജോലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വേഗത്തിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്ട് കൂടുതൽ വേഗത്തിൽ ഗ്രോ ചെയ്യാൻ സഹായിക്കും. നമ്മുടെ സ്ട്രെസ് കുറയുന്നു. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. നമ്മളിപ്പോ വല്ലാണ്ട് സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇതിലേതെല്ലാം ജോലികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ശരത്, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ആൾക്കാരെ നമ്മൾ ഏൽപ്പിക്കും, നമ്മുടെ സ്ട്രെസ് വല്ലാണ്ട് കുറയും. സിസ്റ്റംസ് ഫാസ്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്.
സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആകും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ബിസിനസ്സിന് വേണ്ട സിസ്റ്റംസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റും. എന്താണ് സിസ്റ്റം? ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളതാണ്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകൾ കറക്റ്റ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബിസിനസ് ആ ലെവലിലുള്ള സംഗതികൾ നമുക്ക് വേണം. സിസ്റ്റംസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? ഞാൻ ചെയ്താലും ശരിയാവുന്ന ചിന്തയിൽ നിന്ന് എല്ലാം മേലെടുത്ത് ടെൻഷനാണ്. പിന്നെന്താ? അക്സെപ്റ്റിംഗ് ന്യൂ ടെക്നോളജി. പുതിയ ടെക്നോളജി അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, സോറി, അത് പ്രയാസത്തിനെ പറ്റി പറഞ്ഞതാണ്. ഓക്കെ, ശരി. വേറെന്താണ്? അപ്പൊ ഇത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് എന്തെല്ലാം ബെനഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും അത് ചോദിക്കുക. വേറെ ആരെങ്കിലും ചെയ്താൽ നമ്മുടെ മൈൻഡ് ഫ്രീ ആവും. ആ ജോലി ചെയ്യണോ എന്നുള്ള സ്ട്രെസ് പോകും. ചെയ്തു തരുന്ന ആളോട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് വരും, നല്ലൊരു അറ്റാച്ച്മെന്റ് വരും. ഓക്കെ, വെരി ഗുഡ്. നല്ല ഒരുപാട് ബെനിഫിറ്റ്സുകളാണ്. സോ വൈ യു മസ്റ്റ് ഡെലിഗേറ്റ്? നിങ്ങളുടെ ജോലികൾ വേറെ ആൾക്ക്. ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു എഡിറ്ററെ കണ്ടെത്തിയാൽ പോരെ? യു ക്യാൻ ഫൈൻഡ്. നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ഫ്രീലാൻസ് എഡിറ്ററെ കണ്ടെത്തുക. എന്നിട്ട് അയാൾക്ക് അപ്പൊ ക്യാഷ് കൊടുക്കേണ്ടത്. ആ ക്യാഷ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കിയേ പറ്റും. ക്യാഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഡീൽ സംസാരിക്കുക. ക്യാഷ് വന്നു കഴിഞ്ഞാൽ ഞാൻ തരാം, യു ഹെൽപ്പ് മീ, നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവാം, പാർട്ണർഷിപ്പിൽ ചെയ്യാൻ പറ്റും. സോ ഡു സംതിങ്, കൊളാബറേറ്റ്, ദെൻ ബിൽഡ്. മനസ്സിലാവുന്നുണ്ടോ? കൊളാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? കൊണ്ടുവരാൻ ശ്രമിക്കുക. വൈ യു മസ്റ്റ് ഡെലിഗേറ്റ് ദം ആൻഡ് ഹൗ യു വിൽ ഡെലിഗേറ്റ് ദം. അടുത്ത ചോദിക്കേണ്ടത് എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യും? ഈ ജോലി, ഈ മോശമായിട്ടുള്ള ജോലി ഞാൻ എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യും? അതായത് ആർക്ക് ഡെലിഗേറ്റ് ചെയ്യും, എപ്പോൾ ഡെലിഗേറ്റ് ചെയ്യും, എങ്ങനെയാണ് ഈ ഡെലിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുക്കണം, ഈ പണി എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഈ പണി നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഔട്ട്കം എന്താണെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് എനിക്ക് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് എന്താ വെച്ചാൽ ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത വർക്കാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയാം, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യൂല. എനിക്ക് ഷൂട്ട് ചെയ്യാൻ അറിയാം, ഞാൻ ഷൂട്ട് ചെയ്യൂല. ഞാൻ അതിന് ക്യാമറ സെറ്റ് ചെയ്യൂല. സെറ്റ് ചെയ്താലും എന്ന് വെച്ചാൽ എനിക്ക് പ്രയാസമാണ്, അതിന് അത് സ്ട്രെസ് ആകും. ഇപ്പൊ എന്ന് വെച്ചാൽ ഒരാളെ കണ്ടു, ആളെ കണ്ടിട്ട് എന്ന് വെച്ചാൽ ഉഷാറായിട്ട് ചെയ്യുന്ന ഒരാൾ, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാൾ അയാൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ വീഡിയോസ് വരും, അതിലിങ്ങനെ BGM ഇടും, അതിലിങ്ങനെ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. അത് നമ്മൾ എങ്ങനെ വേണമെന്ന് പറയാം. നമുക്ക് സാമ്പിൾസ് അവിടെ കാണാനുണ്ട് ഒരുപാട് ലോകം. അപ്പൊ ആ സാമ്പിൾസ് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനെ വേണമെന്ന് പറയുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് തരാൻ കഴിവുള്ള ആൾക്കാരായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? സോ ഹൗ വിൽ യു ഡെലിഗേറ്റ് ദം? എങ്ങനെ ഡെലിഗേറ്റ് ചെയ്യും? ആൻഡ് വാട്ട് ഹെൽപ്പ് യു റിക്വയർ ആൻഡ് ഫ്രം ഹോം? എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്? ആരിൽ നിന്നാണ് നിങ്ങൾ ആ ഹെൽപ്പ് എടുക്കുന്നത്? വാട്ട് ഹെൽപ്പ് യു റിക്വയർ ആൻഡ് ഫ്രം ഹോം? ആരിൽ നിന്ന് നിങ്ങൾ ആ ഹെൽപ്പ് എടുക്കും? വാട്ട് ഹെൽപ്പ് യു റിക്വയർ ആൻഡ് ഫ്രം ഹോം? നിങ്ങൾ ആരിൽ നിന്നാണ് ഹെൽപ്പ് നിങ്ങൾ എടുക്കുക? ആരാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക? ആരാണ് നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക? അയാളുടെ ഒരു പ്രൊഫൈൽ എന്താ? അയാളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്താ? അയാളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരിക്കും? അയാളുടെ ഒരു നോളജ് എന്തായിരിക്കും? അയാൾക്ക് എന്തെല്ലാം സ്കിൽ ഉണ്ടായിരിക്കും? ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ ബിസിനസ്സിലുള്ള ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്കൊരു അസിസ്റ്റന്റിനെ വെക്കാം, ഒരു ഹെൽപ്പറെ വെക്കാം, ഒരു സപ്പോർട്ടറെ വെക്കാം. സോ ഹൗ വിൽ യു ഡെലിഗേറ്റ് ദം ആൻഡ് വാട്ട് ഹെൽപ്പ് യു റിക്വയർ ആൻഡ് ഫ്രം ഹോം? ആരിൽ നിന്ന് നിങ്ങൾ എന്താ വെച്ചാൽ തോടും. നെക്സ്റ്റ് എന്താണ്? വെൻ വിൽ യു ഡെലിഗേറ്റ്? നിങ്ങൾ എന്നാണ് ഡെലിഗേറ്റ് ചെയ്യുക? അപ്പൊ അടുത്ത് ഈ ഇത്രയും സംഗതികൾ എന്താ വെച്ചാൽ ചോദ്യങ്ങൾ ചോദിക്കും. മനസ്സിലായല്ലോ? ഹലോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാനായി. ഏത്? ബാഡ് ആയിട്ടുള്ള ജോലി ഏൽപ്പിക്കാൻ പ്ലാൻ. അടുത്തത് ഏബിൾ ആക്ടിവിറ്റീസ്. ഏബിൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. മറ്റേടത്ത് തീരെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല, നീട്ടി വെച്ചിരിക്കുകയാണ്, ആ ഭാഗം നടക്കാതെ പോവാണ്. ദെൻ ഏബിൾ ആക്ടിവിറ്റീസ്. ഏബിൾ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ബിസിനസ് സ്റ്റക്കായി പോകുന്നത് ഈ ആക്ടിവിറ്റീസ് നിങ്ങൾ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഏബിൾ ആക്ടിവിറ്റീസ് എന്താണ്? മിനിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ മിനിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ റിപ്പീറ്റേഷൻ ഓഫ് വർക്ക് റിപ്പീറ്റഡ് ആയി വരും. എന്താണ് സംഭവം? വർക്ക് റിപ്പീറ്റഡ് ആയിട്ട്
വന്നുകൊണ്ടേയിരിക്കുന്നു. മിനിമം റിസൾട്ടാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. റിപ്പീറ്റേഷൻ ഓഫ് വർക്ക് വിൽ ബോറടിപ്പിക്കുന്നു. നമ്മളത് ബോറടിപ്പിക്കും. ഇറ്റ് വിൽ യുനോ gives us it will give boredom. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാം. കോമ്പറ്റീഷൻ, നമ്മളെക്കാട്ടിലും ഉഷാറായിട്ട് ഇത് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അതാണ് ഏബിൾ ആക്ടിവിറ്റീസ്. നമുക്കിത് ചെയ്യാൻ അറിയാം, പക്ഷെ നമ്മളെക്കാട്ടിലും ഇത് ഉഷാറായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ വേറെയുണ്ട്. അടുത്തത്, ഈ ജോലി വരുമ്പോൾ നമുക്കൊരു വല്ലാത്ത ആങ്സൈറ്റി വരിക. ഇനി അത് ചെയ്യണമല്ലോ എന്നുള്ള സംഗതി. ചെയ്യാൻ അറിയാം, പണിയുണ്ട്, പക്ഷെ വി ആർ ഗെറ്റിംഗ് ആങ്സൈറ്റി. അത് ചെയ്യണമല്ലോ എന്നുള്ളതിന്റെ പേര്. സോ ദിസ് ഈസ് ദ ആക്ടിവിറ്റീസ്, ഏബിൾ ആക്ടിവിറ്റീസ്. നമുക്ക് പണി അറിയാം, മറ്റത് പണി അറിയില്ല, അതുകൊണ്ട് അത് സ്റ്റക്ക് ആയി നിൽക്കുന്നു. മറ്റത് പണി അറിയാം, നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പണി അറിയാത്ത പണി നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയാത്ത പണി നമ്മൾ ശ്രമിക്കുന്നു, എന്നിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കും, മിസ്റ്റേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ബാഡ് ആക്ടിവിറ്റീസ്. ഏബിൾ ആക്ടിവിറ്റീസ് പണി അറിയാം, പക്ഷേ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ ബോറടിക്കുന്നു. കോമ്പറ്റീഷൻ, നമ്മളെക്കാട്ടിലും ഉഷാറായിട്ട് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, ആ ടാസ്കിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ആങ്സൈറ്റി ആണ്, സ്ട്രെസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് ചെയ്യണമല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കത് ചെയ്യാൻ, അത് നമ്മൾ വേറെ ആക്കി ഏൽപ്പിക്കാം. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം നേരത്തെ പറഞ്ഞതുപോലെ, വാട്ട് ആർ ദ ഏബിൾ ആക്ടിവിറ്റീസ് ദാറ്റ് യു ആർ ഡൂയിങ്? നമ്മൾ ചെയ്യുന്ന ഏബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അത് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ചെയ്യണം. ആൻഡ് വൈ യു മസ്റ്റ് ഡെലിഗേറ്റ്? അത് എന്തുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്യണം? വൈ യു മസ്റ്റ് ഡെലിഗേറ്റ് ദം? ആൻഡ് ഹൗ വിൽ യു ഡെലിഗേറ്റ് ദം? എങ്ങനെ നിങ്ങൾ അത് ഡെലിഗേറ്റ് ചെയ്യും? നിങ്ങൾ എങ്ങനെ അത് ഡെലിഗേറ്റ് ചെയ്യും? ആൻഡ് വാട്ട് ഹെൽപ്പ് യു റിക്വയർ ആൻഡ് ഫ്രം ഹൂം? ആരിൽ നിന്നാണ് നിങ്ങൾക്ക് അതിന് വേണ്ട സഹായം? നേരത്തെ ചോദിച്ച അതേ ചോദ്യം ഒരു പ്ലാൻ ഇതിലുണ്ടാകും. ക്ലിയർ ആണോ? ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് അതേപോലെ മറ്റുള്ളത്. വെൻ വിൽ യു ഡെലിഗേറ്റ്? നിങ്ങൾ എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാളെ ഏൽപ്പിക്കുക. ആ ജോലി വേറൊരാളെ ഏൽപ്പിക്കുക, വേറൊരാളെ അതിന് വേണ്ടിയിട്ട് ആ ജോലിക്ക് എടുക്കുക. ആ ജോലി ചെയ്യാൻ നമ്മൾ വേറൊരാളെ എടുക്കുകയോ ആ വർക്ക് വേറൊരാളെ ഔട്ട്സോഴ്സ് ചെയ്യുകയോ നമ്മൾ ചെയ്യാതിരിക്കുക, വേറൊരാൾ ഗെറ്റ് തിങ്സ് ഡൺ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് ആണ്. ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. അപ്പൊ നല്ലൊരു മാനേജ്മെന്റ് കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും, ബിസിനസ് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ പീപ്പിൾ മാനേജ്മെന്റ് കപ്പാസിറ്റികൾ, ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യും, അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലൂടെ ചെയ്യിപ്പിച്ചെടുക്കും. ഈ സ്കില്ലുള്ളവരെ ബിസിനസ്സിൽ വളരുള്ളൂ, ബിസിനസ്സിൽ വിജയിക്കുള്ളൂ. ഇവർക്കാണ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ സ്കില്ലുണ്ടാകുന്നതിന്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ബെനിഫിറ്റ്സ് ഷെയർ ചെയ്യാന്നുള്ളത്. അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കണം, അവർക്ക് ഇൻകം കൊടുക്കണം, അവർക്ക് വരുമാനം കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. ക്ലിയർ ആണോ? അനിത പറയുന്നു ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. യെസ്, നമുക്ക് ഇതിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ടൈം കൂടുതൽ മാനേജ് ചെയ്യാൻ പറ്റും. പുതിയ ഐഡിയാസ് പഠിക്കാനുള്ള അവസരം കിട്ടും. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. അപ്പോ അടുത്തത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഹെൽപ്പ് യു റിക്വയർഡ്, വാട്ട് ആർ ദ ഏബിൾ ആക്ടിവിറ്റീസ് ദാറ്റ് യു ആർ ഡൂയിങ്? ഇപ്പൊ ചെയ്യുന്ന ഏബിൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്തൊക്കെ ഏബിൾ ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നു? കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത ബാഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ കമന്റ് ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില സ്കില്ലുകളുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ബാഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുന്ന സ്കില്ലുകളാണ്. മിസ്റ്റേക്സ് വരും, നിങ്ങൾക്കത് കഴിവില്ല, നിങ്ങൾക്ക് അറിയാം ആ പണി നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല, എന്നാലും നിങ്ങൾ അത് ഏറ്റെടുക്കുന്നു, നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു, എന്നിട്ട് മിസ്റ്റേക്ക് പറ്റും. അതാണ് ബാഡ്. അടുത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് പണി അറിയാം, പക്ഷേ കൂടുതൽ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ ബോറടിക്കുന്നു. റിപ്പീറ്റേഷൻ നിങ്ങളെ റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോൾ ബോറടിക്കുന്നു. പിന്നെ അടുത്തത് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരും. ആപ്പിൾ ആക്ടിവിറ്റീസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ടി വരിക എന്ന് പറയും. തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇഷ്ടമല്ല, ബോറടിപ്പിക്കുന്നു. പിന്നെന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ആങ്സൈറ്റി തരുന്നു. നിങ്ങളെക്കാട്ടിലും കഴിവുള്ള ആൾക്കാർ വേറെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാം വേറെ ആൾക്കാർക്ക് അത് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ജോലികൾ ഏതാണ്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ അറിയാം. അപ്പൊ എനിക്കത്, ഞാൻ ആ ജോലി
ചെയ്യുന്നത് ശരിയല്ല. എനിക്ക് പണി അറിയാം, വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാം, പക്ഷെ എന്ത് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ. അപ്പൊ അതിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഏതാണ്, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ്? ഗ്രാഫിക് ഡിസൈനിങ് ഞാൻ ചെയ്തിരുന്നു കുറെ പേരുണ്ട്. എന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ദാറ്റ്സ് എ ബാഡ് ആക്ടിവിറ്റി. അതൊരു ബാഡ് ആക്ടിവിറ്റി. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ എന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒന്നും ഞാൻ ചെയ്യൂല. അതേപോലെ എന്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോസ് ഒരു ഏബിൾ ആക്ടിവിറ്റി ഞാൻ ചെയ്യൂല. വേറെ ആളെ ഏൽപ്പിക്കാം. അതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങൾ എനിക്കറിയാം, അതിന്റെ ഔട്ട്കം എന്താ വേണ്ടെന്നുള്ളത് അറിയാം, അത് ഞാൻ പറഞ്ഞു കൊടുക്കും. സോ ഹി വിൽ ബി ഡൂയിങ് ഇറ്റ് ആൻഡ് ദാറ്റ് വിൽ ബി കം. ക്ലിയർ ആണോ? അടുത്തത് എന്താണ്? അടുത്തത് നോക്കാം. അടുത്ത ആക്ടിവിറ്റിയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ കമന്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഏബിൾ ആക്ടിവിറ്റീസ് എന്താണ്? ഒന്ന് കമന്റ് ചെയ്യൂ. അബു ജാക്സൺ സാർ കമന്റ് ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന ഏബിൾ ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, അപ്പൊ ഇത് ഡെലിഗേറ്റ് ചെയ്യണം. യു ഹാവ് ടു ഡെലിഗേറ്റ്. 4 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പൊ അടുത്ത് വരുന്നത് എന്താ വെച്ചാല് സുപ്പീരിയർ ആക്ടിവിറ്റി. ബാഡ് പറഞ്ഞു, ഏബിൾ പറഞ്ഞു, സുപ്പീരിയർ ആക്ടിവിറ്റി. സുപ്പീരിയർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എക്സലന്റ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് പണി അറിയാന്നുള്ളതല്ല, നന്നായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ, അതൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാനൊക്കെ നമ്മൾ നല്ല ഉഷാറായിട്ട് വർക്ക് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? ടീമിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് എന്താ വെച്ചാൽ അതിൽ നല്ല സ്കില്ല്. ടീം ഉണ്ടെങ്കിലാണ് നമുക്കത് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ആളില്ലെങ്കിൽ, ടീമില്ലെങ്കിൽ നമുക്കത് അത്ര അങ്ങോട്ട് വർക്കൊന്നും കഴിയില്ല. അപ്പം പക്ഷേ എക്സലന്റ് റിസൾട്ട്, ഗ്രേറ്റ് റെപ്യൂട്ടേഷൻ. അതുകൊണ്ട് തന്നെ നല്ല പേരുണ്ട്. നമ്മൾ ടീമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് നല്ല അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുള്ള പേരുണ്ട്. ബട്ട് ഗിവൺ എ ചോയ്സ് യു ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. പക്ഷെ ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യണോ? വേണ്ട. വേറെ ആരെങ്കിലും അത് എടുക്കാൻ താല്പര്യം ഉണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല. വേറെ ആരെങ്കിലും, അതായത് അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും, നിങ്ങൾക്ക് ഉഷാറായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾ നല്ല രീതിയിൽ പേര് കേട്ടിട്ട് നിങ്ങൾ അതിൽ പുലിയാണ്, ഉഷാറാണ്. പക്ഷെ വേറെ ആരെങ്കിലും ആ ജോലി ചെയ്യാൻ, ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഐ എം വെരി ഗുഡ് അറ്റ് സെയിൽസ് ആൻഡ് ഐ ലവ് ടു ഡു സെയിൽസ്. എനിക്ക് അതിലെന്താ വെച്ചാൽ നല്ല റെപ്യൂട്ടേഷൻ ഉണ്ട്. പക്ഷേ വേറെ ഒരാളെ ഞാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എനിക്ക് അതിലേറെ ചെയ്യാൻ ഇഷ്ടം കോച്ചിങ് ആൻഡ് ഗൈഡൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കൗൺസിലിംഗ്, ആൾക്കാരെ ട്രെയിൻ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ സുപ്പീരിയർ ആക്ടിവിറ്റീസ് ഉണ്ടാവും, നിങ്ങൾക്ക് നല്ല സ്കില്ലുള്ളതായിരിക്കും. പക്ഷെ നിങ്ങളത് ഒരു ചാൻസ് തന്ന് നിങ്ങൾക്ക് ചെയ്യാനും കഴിയും, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പക്ഷെ ഒരു ചാൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ഗിവൺ എ ചോയ്സ് യു ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? സോ അങ്ങനെയുള്ള ഒരു സുപ്പീരിയർ ആക്ടിവിറ്റി എന്താണ്? Ask these questions. What are the superior activities that you are doing? നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ 4 ആക്കി തരംതിരിക്കുക എന്നുള്ളതാണ്. അതിൽ 3 ഇപ്പൊ പറഞ്ഞു. നിങ്ങൾ എന്തെല്ലാം സുപ്പീരിയർ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഏറ്റവും ഉഷാറായിട്ട് കഴിവുള്ള, പക്ഷേ ഒരു ഓപ്ഷൻ വേറൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പണി എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല, അടിപൊളിയായിട്ട് ചെയ്യും. ആൻഡ് വൈ യു മസ്റ്റ് ഡെലിഗേറ്റ് ദം, അത് എന്തുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്യണം എഴുതി വെക്കുക. ആൻഡ് ഹൗ വിൽ യു ഡെലിഗേറ്റ്, എങ്ങനെ അത് ഡെലിഗേറ്റ് ചെയ്യും അത് എഴുതി വെക്കുക. ആൻഡ് ദെൻ വാട്ട് ഹെൽപ്പ് യു റിക്വയർ, എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടത്, ഫ്രം ഹൂം, ആരിൽ നിന്നാണ് വേണ്ടത്. ആൻഡ് വെൻ വിൽ യു ഡെലിഗേറ്റ്, നിങ്ങൾ എന്നാണ് ഇത് ഡെലിഗേറ്റ് ചെയ്യുക. ഈ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? സോ റൈറ്റ് ഡൗൺ എന്താണ് സുപ്പീരിയർ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അനിത പറയുന്നു ഫൈനാൻഷ്യൽ അബണ്ടൻസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അബണ്ടൻസ് ആക്യുറേറ്റോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിച്ചത്. അക്കൗണ്ടിങ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ. എനിവേ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ബാഡ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തോ. അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ ഏബിൾ ആയിട്ടുള്ളത് ഉണ്ടാവും. നിങ്ങൾ പണി അറിയാം, പക്ഷെ നിങ്ങളെക്കാട്ടിൽ അത് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. നിങ്ങൾക്ക് അതിൽ വലിയ പേരെടുത്തിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ജോലി അത് കണ്ടെത്തണം. അടുത്തത് ഏതാണ്?
അടുത്ത ജോലി ഏതാണ്? അടുത്ത ജോലി എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്. നിങ്ങൾക്ക് നല്ല പേരുണ്ട്, നല്ല കഴിവുണ്ട്, ഉഷാറായിട്ട് ചെയ്യാൻ കഴിയും, മറ്റുള്ളവരെക്കാട്ടിലും ഉഷാറായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ വേറെ ആരെങ്കിലും അത് ചെയ്യാൻ പറ്റുന്നവർ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തന്നു കഴിഞ്ഞാലോ, ഒരു വേറൊരു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ വേറൊരാൾ അത് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാൾ ചെയ്തോട്ടെ എന്ന് പറയാൻ താല്പര്യപ്പെടുന്ന ചില ടൈപ്പ് ഓഫ് ജോബ്സ് ഉണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് അത്ര നിങ്ങൾക്ക് നന്നായിട്ട് പണി അറിയാമെങ്കിലും നിങ്ങൾ അത്ര എൻജോയ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അതൊരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് തരുന്നില്ല, വല്ലാത്തൊരു എനർജി തരുന്നില്ല. അങ്ങനത്തെ ജോലിയുണ്ട്. ഈ ജോലി നിങ്ങൾ എന്ത് ചെയ്യണം? മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. അപ്പം അടുത്തത് എന്താണ്? അപ്പോ സുപ്പീരിയർ ആക്ടിവിറ്റീസ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾ കണ്ടെത്തണം കേട്ടോ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. ഡിസ്റ്റിങ് ഫോർട്ട് ആക്ടിവിറ്റീസ്, അതാണ് നാലാമത്തത്. നാലാമത്തത് പറയുന്നത് ഡിസ്റ്റിങ് ഫോർട്ട് ആക്ടിവിറ്റി. ഡിസ്റ്റിങ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമായിട്ടുള്ള നമ്മളുടെ ഒരു ജോലി, നമ്മൾ ജനിച്ചതിന് അതിനാണ്. ഔട്ട് ഓഫ് ദ വേൾഡ് റിസൾട്ട് അപാരമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപാരമായ രീതിയിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ ഒരു ജോലി. ആ ജോലി ഏതാണ്? അത് ചിലപ്പോൾ മാർക്കറ്റിംഗ് ആയിരിക്കാം, സെയിൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ട്രെയിനിങ് ആയിരിക്കാം. അപാരമായ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ജോലി ഏതാണ്? ഔട്ട് ഓഫ് ദ വേൾഡ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ എനർജി ഗോസ് അപ്പ്. അത് ചെയ്യുന്തോറും വല്ലാത്ത എനർജി, എക്സൈറ്റ്മെന്റ് നിങ്ങൾക്ക്. ആൻഡ് പാഷനേറ്റ് ആണ് നിങ്ങൾ അത് ചെയ്യാൻ. നിങ്ങൾക്ക് വല്ലാത്ത താല്പര്യമാണ്. യു ആർ സോ പാഷനേറ്റ് അബൌട്ട്. നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മൈൻഡ് വല്ലാണ്ട് കുതിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇതിന്റെ പിന്നാലെ പോകും. ഇത് ഓവറായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് കൂടെ ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കും. ബാക്കിയുള്ളതും കൂടി നിങ്ങൾക്ക് വേറെ ആളെ കണ്ടെത്താത്തതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അപ്പൊ പാഷനേറ്റ് അല്ല, ഇത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ളതിന് ആൾക്കാരെ കണ്ടെത്തണം എന്നുള്ളത്. യു ഹാവ് ടു ബിൽഡ് എ ടീം. അപ്പൊ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ് ഫോർട്ട് എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് നെവർ എൻഡിങ് ഇംപ്രൂവ്മെന്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ആണ്. അതിൽ നിങ്ങൾ ഇങ്ങനെ പുതിയ സംഗതികൾ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വല്ലാത്ത കിക്ക് കിട്ടുന്ന ഒരു സംഗതിയാണ്. യു വിൽ ബി ഇംപ്രൂവിങ് എവറി ഡേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസ്റ്റിങ് ഫോർട്ട് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രോത്ത് ഉണ്ടാക്കുക, ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള സംഗതികൾ. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള പുതിയ സംഗതികൾ, പുതിയ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഗതികൾ ചെയ്യണം. എനർജി ഗോസ് അപ്പ്, പാഷനേറ്റ് ആണ്. ഈ ഒരു ഏരിയയിലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. 4 ടൈപ്പ് ആക്ടിവിറ്റി ഉണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ 4 ടൈപ്പ് ആക്ടിവിറ്റീസിലും 4 ടൈപ്പും നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ നടന്നേ മതിയാവും. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം വരെ നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ? ഈ 4 ജോലികളും നിങ്ങൾ തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ തിരിച്ചറിയില്ല എന്ന് ഏത് വിടണമെന്ന്. നിങ്ങൾക്ക് ബിസിനസ് വളർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങണം, നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ജോലി ഏത്. അതിലേക്ക് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറുമ്പോൾ പോലും മറ്റുള്ളത് തകരാൻ പാടില്ല. മറ്റുള്ള ജോലികൾ അവിടെ നടക്കും. അല്ലെങ്കിൽ ഈ ഡിസ്റ്റിങ് ഫോർട്ട് ആക്ടിവിറ്റി മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവുക, മറ്റുള്ളത് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത് ശ്രദ്ധിക്കണം. അതെങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അതിനൊരു മെക്കാനിസം എന്താണ്, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് ചോദിക്കുക, വാട്ട് ആർ യുവർ ഡിസ്റ്റിങ് ഫോർട്ട് ആക്ടിവിറ്റി? നിങ്ങളുടെ ഡിസ്റ്റിങ് ഫോർട്ട് ആക്ടിവിറ്റീസ് എന്താണ്? ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് ചെയ്യാൻ നിങ്ങളുടെ ബിസിനസ്സിൽ? ആൻഡ് വൈ ഡൂയിങ് ദം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒരു ജോലി ആയിരിക്കില്ല. അതേപോലെ ഡിസ്റ്റിങ് ഫോർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ചില ടൈപ്പ് ഓഫ് ജോലികൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികൾ. എനിക്ക് ഗ്രോത്ത്, മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ടീമിനെ ബിൽഡ് ചെയ്യുന്നുണ്ട്, പ്ലാനിങ് ആക്ടിവിറ്റി, സ്ട്രാറ്റജിക് പ്ലാൻ, ട്രെയിനിങ് എടുക്കുന്നു. ദീസ് ആർ ദ ഏരിയാസ് ഐ എം വെരി ഗുഡ് അറ്റ്.
I love doing it. I love doing it. I enjoy doing it. അപ്പോ what is your distinct forte activities? പ്ലാൻ ചെയ്യും. അത് അറിയുക എന്നുള്ളത് നമ്മൾ സെൽഫിനെ അറിയലാണ്. നമ്മളെ അറിയുമ്പോൾ നമ്മളുടെ വീക്ക്നെസ്സുകളെ തിരിച്ചറിയാം, നമ്മുടെ സ്ട്രെങ്ത് തിരിച്ചറിയും. ഇതാണ് ഈ മൂന്നും എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ പോരായ്മകൾ തിരിച്ചറിയണം. വൈ ഡൂയിങ് ദം ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ട് നമ്മൾക്ക് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിസ്റ്റിങ് ഫോർട്ടി ആക്ടിവിറ്റീസ് എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം. വെൻ വിൽ യു മൂവ് ടുവാർഡ്സ്. മറ്റേതിൽ നിന്നൊക്കെ വിട്ട് പൂർണ്ണമായും മറ്റ് ബാഡിൽ നിന്നും സംഗതികളിൽ നിന്നൊക്കെ പൂർണ്ണമായും മോചിതനായി ഇതിലേക്ക് ഫുള്ളായിട്ട് എന്ന് മൂവ് ചെയ്യും. വെൻ വിൽ യു മൂവ് ആൻഡ് ഹൗ വിൽ യു ഡു ദാറ്റ്. അതിന്റെ സ്റ്റെപ്സ് എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ അത് മൂവ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഘട്ടം ഘട്ടമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ടീമിനെ റിക്രൂട്ട് ചെയ്യണം, സംഗതികൾ ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. സോ ഹൗ വിൽ യു ഡു ആൻഡ് വാട്ട് ഹെൽപ്പ് യു റിക്വയർ ആൻഡ് ഫ്രം ഹും. എന്ത് ഹെൽപ്പാണ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വേണ്ടത്, ആരിൽ നിന്നാണ് ഹെൽപ്പ് കിട്ടുക. സോ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് യു ഷുഡ് ആസ്ക്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് പ്ലാൻ ചെയ്യുക. ഐഡിയാസ് ഉണ്ട്, ബട്ട് ടെക്നോളജി അറിയില്ല. ശീലമാണ്. ഇപ്പൊ ടെക്നോളജി ഉള്ള ഒരാളെ കൂടെ കൂട്ടണം, കുറച്ചൊക്കെ ടെക്നോളജി പഠിക്കാം. ഏത് ടെക്നോളജിയുടെയും പ്രത്യേകത നിങ്ങളുടെ ഫോണ് സ്മാർട്ട് ഫോൺ ആയിരുന്നു. ശീലാമോഹൻ പറയുന്നത് എന്ന് വെച്ചാൽ ഓക്കെ ഐഡിയാസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഏത് ടെക്നോളജിയും പരിചയമില്ലാത്തതിന്റെ ഒരു പ്രശ്നം മാത്രം ഉണ്ടാവും. നിങ്ങളുടെ ബ്ലോക്കാണ്, ടെക്നോളജി അറിയില്ല എന്നത്. നമുക്കത് പഠിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ പഠിക്കണം, അറിയണം. നമുക്ക് നമ്മുടെ ബിസിനസ് നടക്കണം എന്നുണ്ടെങ്കിൽ, ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എഡ്യൂക്കേറ്റ് അവർസെൽഫ്. കുറച്ച് പാടായിരിക്കും, പണിയായിരിക്കും, പക്ഷെ 2-3 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു 1 വീക്ക് ഒരു സോഫ്റ്റ്വെയറിന്റെ പിറകിൽ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ അത് പഠിക്കാൻ പറ്റും. അതെന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാ വർക്ക്, എന്താ ചെയ്യേണ്ട സംഗതികൾ പഠിക്കാൻ പറ്റും. ഒരുവിധം സംഗതികൾ പഠിക്കാം. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഫെമിലിയാരിറ്റി ബ്ലോക്ക്. നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട് പുതിയൊരു കാര്യം അല്ലെ, പുതിയൊരു നാട്ടിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ വിവാഹം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരുന്നു, പ്രയാസമായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ചെന്ന് പതുക്കെ ഓരോ ദിവസം 2 ദിവസം 3 ദിവസം 4 ദിവസം 5 ദിവസം 3 മാസം 6 മാസം പിന്നെ യു ബിക്കെയിം ദ ബോസ്. റൈറ്റ്? ഇറ്റ്സ് നത്തിങ് ബട്ട് യു പ്ലേ വിത്ത് ഇറ്റ്. ടെക്നോളജി ഈസ് നത്തിങ് ബട്ട് ലൈക്ക് യു ജസ്റ്റ് ബി ഫെമിലിയർ. സ്ഥിരമായിട്ട് കണ്ടാൽ ഒരു പാറ്റേൺ അതിനുണ്ട്, നമുക്ക് മനസ്സിലാവും. അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഈ റിസൾട്ട് കിട്ടും, ഇങ്ങനെ ചെയ്താൽ ഈ സാധനം ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്താൽ ഇത് കിട്ടും. ദാറ്റ്സ് ഓൾ. And technology help us make everything simple. The thing is like you do it. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അതിന്റെ സോഫ്റ്റ്വെയറിലേക്ക് സംഗതികളിലേക്ക് കാണുമ്പോൾ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് തോന്നും. പക്ഷെ അതിൽ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം ചെയ്താൽ മതി. നമ്മുടെ പ്രോബ്ലം എന്താ വെച്ചാൽ എല്ലാം നമുക്ക് ഓവർവെൽമിംഗ് ആവുന്നു. ഇത് ഒരുപാടുണ്ടല്ലോ, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, ഇത് ഭയങ്കര പ്രയാസമാണല്ലോ. ഒരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്, പരിചയമില്ലാത്തതുകൊണ്ട് മാത്രമാണ്. ഈ വാട്സപ്പ് ഒക്കെ നമുക്ക് എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ തോന്നുന്നത് വെച്ചാൽ വാട്സപ്പിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇല്ല എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് അതിൽ ഫോട്ടോ ഷെയർ ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, സംഗതികൾ. സൂം സിമ്പിൾ ആക്കിയിട്ടാ ചെയ്യും. ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇത് വഷളാക്കിയിരുന്നെങ്കിൽ നമുക്ക് ആർക്കും അറ്റൻഡ് ചെയ്യാനില്ല അല്ലെ. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കിട്ടും. അതുകൊണ്ട് സൂം വിജയിച്ചു. അപ്പൊ ടെക്നോളജിയിൽ പലപ്പോഴും പല ടെക്നോളജി ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ചില പ്രൊജക്ടുകൾക്ക് അത്രയും ഓപ്ഷൻസ് വേണ്ടി. ഇപ്പൊ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് വേണം, ഒരുപാട് പ്രോബ്ലംസ് അതിൽ സോൾവ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് അത് പ്രൊഫഷണൽ ആയിട്ട് സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അതിൽ കൊടുക്കും. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പക്ഷെ അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവില്ല, ഒരുപാട് നല്ല ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എനിത്തിങ് യു ക്യാൻ ലേൺ. ഇറ്റ്സ് എ ലേണബിൾ സ്കിൽ. യു ക്യാൻ ലേൺ. ദ തിങ് ഈസ് ലൈക്ക് നിങ്ങൾ എങ്ങനെയാണ് യു വിൽ ബി മൂവിങ് ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ എങ്ങനെ, നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ന് വെച്ചാൽ വേറൊരാളെ കണ്ടെത്തുക. മേക്ക് ഷുവർ യുവർ ബിസിനസ് ഈസ് ഗ്രോയിങ്, മേക്ക് ഷുവർ യുവർ ബിസിനസ് ഈസ് വർക്കിംഗ് പ്രോപ്പർ. അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മേക്ക് ഷുവർ യുവർ ബിസിനസ് ഈസ് പ്രോഫിറ്റബിൾ. ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക.
പ്രോഫിറ്റ് ഈസ് ദ കീ. ഓക്കെ, പ്രോഫിറ്റബിൾ ആയിട്ട് മാറുക. അപ്പൊ ആ പ്രോഫിറ്റബിൾ ആയിട്ട് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സെയിൽസ് നടക്കേണ്ടി വരും, റവന്യൂ നടക്കേണ്ടി വരും. അപ്പൊ ആ സെയിൽസ് ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് എന്താ വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കുക, സെയിൽസ് ജനറേറ്റ് ചെയ്യുക. സെയിൽസ് നന്നായിട്ട് ജനറേറ്റ് ചെയ്യുക, റവന്യൂ നന്നായിട്ട് ജനറേറ്റ് ചെയ്യുക, കോസ്റ്റ് പരമാവധി കുറയ്ക്കുക. ഈ രണ്ട് കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ ഇഫക്റ്റീവ് ആയിട്ട് പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ മാക്സിമം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് ബിസിനസ്സിൽ നമ്മൾ ഏതെല്ലാം ജോലികൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ചില ജോലികൾ നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, വേറെ ആളെ വിളിച്ചിട്ടുണ്ടാവും, അപ്പൊ കോസ്റ്റ് കൂടിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന പണിയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ജസ്റ്റ് ഡു ഇറ്റ്. പക്ഷെ നാളെ എന്നിട്ട് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എന്ന് വെച്ചാൽ പിന്നെ ഇഷ്ടമില്ലാത്ത ആ ഒരു മറ്റുള്ള ജോലിയിലേക്ക് നിങ്ങൾക്ക് പതിയെ മാറി തുടങ്ങും. ഞാനിപ്പോ ഈ പറഞ്ഞതെന്ന് വെച്ചാൽ ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ്. പലപ്പോഴും പലരുടെയും ലൈഫ് സ്റ്റെക്കായി നിൽക്കുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാഡ് ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടാവും. അപ്പൊ അത് തിരിച്ചറിയുക. ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും ബാഡിൽ നിന്നും ഏബിളിൽ നിന്നും സുപ്പീരിയറിൽ നിന്നും നേരെ ഡിസ്റ്റിങ് ഫോർട്ടെ മാത്രം ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറണം, അതാണ് ബുദ്ധി എന്നുള്ള അങ്ങനെ ഒരു സംഗതി അല്ല ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല നമ്മളിവിടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതി സംഗതികളല്ല. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആൾക്കാർ എന്താ വെച്ചാൽ ബാഡ് ആയിട്ടുള്ള സ്കില്ല്, നിങ്ങൾ ബാഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ അത് ചെയ്യാത്തത് എന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ നിങ്ങൾ ബാഡ് ആയതുകൊണ്ടാണ് അതിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അപ്പൊ അത് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിയുക, അത് വേറൊരാളെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തിരിച്ചറിയുക. അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ഉഷാറായിട്ട് ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളത് തിരിച്ചറിയുക. തിരിച്ചറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്. Where are you failing? Why are you failing? Find it out. And that's why this class is very important. Why you are stressed out? തിരിച്ചറിയാം. ഏബിൾ ആയിട്ടുള്ള ചില ജോലികൾ നമുക്ക് പണി അറിയാം, നമ്മളെ കാലത്ത് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് മടിയുണ്ടാവും, അതും ചെയ്യാൻ മടിയുള്ളതുകൊണ്ടായിരിക്കാം പലതും അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത്. പണി അറിയാം, പക്ഷെ അതിനേക്കാളും ഉഷാറായിട്ട് ചെയ്യാവുന്നവരുണ്ട്. എനിക്കത് ചെയ്യാൻ താല്പര്യം, അങ്ങനെ അപ്പൊ ഒന്നുകിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, എനിക്കത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓക്കെ ഞാൻ ചെയ്തേ പറ്റൂ. ഈ തിരിച്ചറിയ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കും, തിരിച്ചറിഞ്ഞിട്ട് ഒരു ഡിസിഷൻ എടുക്കുക. ആര് ചെയ്യണം? നിങ്ങൾ ചെയ്യണം, വേറെ ആൾ ചെയ്യണം. When you are doing it, this will be happening, and how you are going to fix it. Maybe you can fix it with self-discipline. Self-discipline എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഇങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ, എനിക്കത് ചെയ്യാൻ കഴിയും, പക്ഷെ എനിക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യാൻ ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഐ ഹാവ് ടു ലവ് ഡൂയിങ് ഇറ്റ്, ഐ ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. എനിക്കിത് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്കിപ്പോൾ അത് ചെയ്തേ പറ്റൂ, എനിക്ക് വേറെ വഴിയില്ല. ഗോ ആൻഡ് ഡു ഇറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പണികൾ ചെയ്യുമ്പോഴാണ് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഗ്രോത്ത് ഭയങ്കരമായിട്ടുണ്ട്. നിങ്ങൾ ഗ്രോ ചെയ്യുന്ന അവിടെയാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യുന്നപ്പോഴാണ്. നിങ്ങൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാറുന്നത് ചിലപ്പോൾ അപ്പോഴായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ കമ്മിറ്റഡ് ആയിട്ട് മാറുന്നത് അപ്പോഴായിരിക്കും. സോ വേർ ആർ യു മിസ്സിംഗ് ആൻഡ് വൈ ആർ യു മിസ്സിംഗ് ആൻഡ് വാട്ട് ആർ യു മിസ്സിംഗ്? ഫൈൻഡ് ഔട്ട് ഹൗ യു ആർ ഗോയിങ് ടു സോൾവ് ഇറ്റ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പറഞ്ഞതുപോലെ നമ്മളുടെ 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രാം ഉണ്ട്. 20-ാം തീയതി നടക്കുകയാണ് EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം. ഇന്നിവിടെ ഷെയർ ചെയ്തതുപോലെ ഒരുപാട് നോളജുകളും ഒരുപാട് പ്ലാനിങ്ങുകളും ഒരുപാട് ലൈഫ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളൊക്കെ ആയിട്ട് EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാം നിങ്ങളിലേക്ക് വരികയാണ്. സോ എന്തായാലും വരിക, പങ്കെടുക്കുക. സോ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിന്റെ ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്നത് 15-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ പേയ്മെന്റ് അടിച്ച് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ എന്താ വെച്ചാൽ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട്. അപ്പൊ ആ ഡിസ്കൗണ്ട് ഓഫർ എന്ന് പറയുന്നത് 8,000 rupees പേ ചെയ്താൽ മതി. 2,000 rupees നിങ്ങൾക്ക് ലാഭിക്കാം. 10,000 rupees 15-ാം തീയതിക്ക് ശേഷമാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 10,000 rupees ആയിരിക്കും നിങ്ങളുടെ കോഴ്സ് ഫീ വരുന്നത്. സോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി, രജിസ്റ്റർ നൗ. ഏറ്റവും അറ്റ്ലീസ്റ്റ് ഒരു മിനിമം അഡ്വാൻസ് പേയ്മെന്റ് എങ്കിലും ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും സീറ്റ് ബുക്ക് ചെയ്തിടാം. ഓക്കെ, സോ മേക്ക് ഷുവർ ആൻഡ് ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ മറക്കരുത്, നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരൊക്കെ എന്താ വെച്ചാൽ അവർക്ക് സ്പെഷ്യൽ ഓഫർ വേറെ ഉണ്ട്. സോ ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ താഴെ കമന്റിൽ കാണുന്ന
ടെക്സ്റ്റ് മെസ്സേജ് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്തുള്ള ടെക്സ്റ്റ് മെസ്സേജ് അതിലെന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക 8086880775 എന്ന നമ്പറിലേക്ക് വിളിക്കുക, ബന്ധപ്പെടുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള അഡ്മിനുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, അല്ലെങ്കിൽ അഡ്മിൻ നിങ്ങൾ ഗ്രൂപ്പിൽ ഡീറ്റെയിൽസ് ചോദിച്ചാലും മതി. സോ കം ആൻഡ് ജോയിൻ ആൻഡ് മേക്ക് ദ പേയ്മെന്റ്. അതിന്റെ ഗൂഗിൾ പേയിലേക്ക് എന്ത് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ ഉപകാരപ്പെട്ടോ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? നിങ്ങൾക്കൊരു ബെറ്റർ ക്ലാരിറ്റി കിട്ടിയോ? ഓരോ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ. നാളെ നമ്മൾ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പാരന്റിംഗ് ആണ്. എങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ ട്രോമകൾ ഇല്ലാതെ വളർത്താൻ പറ്റും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ട്രോമ ഇല്ലാതെ നമുക്ക് എങ്ങനെ മക്കളെ വളർത്താം, അത് ഒരു എന്താ പറയുക, അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൊതുവെ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സുകൾ, നമുക്കതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, നമുക്കതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം മക്കളുടെ കാര്യത്തിൽ. ഓക്കെ, റെഡി ആണല്ലോ? ആർ യു റെഡി? ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്നത്തെ സെഷനോട് അവസാനിക്കുകയാണ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. അമീർ ഷാബി ആഗ്രഹിച്ച ക്ലാസ് ആണ്, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാനുള്ളവർക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ സംസാരിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഫീഡ്ബാക്ക് പറയാം. ഇഫ് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ, നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഫീഡ്ബാക്ക്. യെസ്, പറഞ്ഞോളൂ. ഹലോ റിയാസ്, പറഞ്ഞോളൂ. യെസ് സർ. സാറിനകത്ത് മെയിനായിട്ട് മനസ്സിലായത് നമ്മൾ ആ ഒരു പെർഫെക്ഷൻ്റെ ഒരു സംഭവമാണ്. അതായത് നമ്മൾ ചെയ്താലേ ക്ലിയർ ആവുള്ളൂ എന്നുള്ള ആ ഒരു ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ ഒരു ഡെലിഗേറ്റ് ചെയ്യാനുള്ള മടി, ഞാൻ ചെയ്താലേ ക്ലിയർ ആവുള്ളൂ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് അതിപ്പോഴും ഉണ്ടോ? ഇപ്പം ഇല്ല. ഓക്കെ, സോ അതിന്റെ ശേഷമാണ് ഗ്രോത്ത് ആയത്. വെരി ഗുഡ്. ഗ്രോത്തിലേക്ക് വരുന്നുണ്ട് അല്ലെ, നല്ല രീതിയിലേക്ക്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നത്തെ സെഷൻ ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്തു അല്ലെ. അപ്പൊ ഡിസ്ട്രിക്ട് കോട്ടയിലേക്ക് എന്ത് ചെയ്യുക, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ഡിസ്ട്രിക്ട് കോട്ടയിൽ തന്നെയാണ് നിൽക്കുന്നത് ഉറപ്പ് വരുത്തുക. ആ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. എന്തുകൊണ്ട് നമ്മൾ ഡിസ്ട്രിക്ട് കോട്ടയിൽ തന്നെ ചെയ്യണം, എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും, ആരുടെ സഹായത്തോട് കൂടിയിട്ടാണ് അത് ചെയ്യുക. ക്രിയേറ്റ് എ പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് ഇറ്റ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു എവ്രിവൺ. എനിബഡി ഹാസ് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഓക്കെ, നാളത്തെ സെഷൻ മറക്കരുത്, പാരന്റിംഗ് ആണ്. ഇറ്റ്സ് എ പവർഫുൾ സെഷൻ. ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് യു അലോട്ട്. താങ്ക് യു.